ഇന്ത്യൻ ബോളിവുഡ് ചലച്ചിത്ര നടന്മാരിൽ ശ്രദ്ധേയനായ ഒരു നടനാണ് സൈഫ് അലി ഖാൻ. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടെയും അത്യാഡംബരവുമായാണ് സൈഫ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ ജനുവരി 16 പുലർച്ചെ മോഷ്ടാവിൻ്റെ കുത്തേറ്റ് കയ്യിനും കഴുത്തിലും വയറ്റിലും അതിഗുരുതരമായ പരിക്ക് പറ്റുകയുണ്ടായല്ലോ. അടിയന്തര ശസ്ത്രക്രിയയിലൂടെ അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഒരു പേരിൽ എന്തിരിക്കുന്നുവെന്ന് പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി തീരുന്നത് നമുക്കിവിടെ കാണാം. സൈഫ് അലി ഖാൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിരിക്കുന്ന പേരിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന സംയുക്ത സംഖ്യയായ 22ൻ്റെ കപാല ചിഹ്നം അപകടത്തിൽപ്പെട്ട് മുറിവുകൾ തുന്നിക്കെട്ടി മൃതപ്രായനായി ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടേതായിട്ടാണ് കപാലശാസ്ത്രത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനാൽ 22 എന്ന സംഖ്യയിലൂടെ പേര് വൈബ്രേറ്റ് ചെയ്യപ്പെട്ട് അറിയപ്പെടാനിടവന്നാൽ അപകടമോ മരണമോ സംഭവിക്കുന്നതാണ് കണ്ടുവരുന്നത്. ഇത്തരം നീചമരണ സംഖ്യകൾ പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ വരുന്നവർ നിർബന്ധമായും മറ്റ് ഇടപെടലുകളിൽ നിന്ന് ഇത്തരം അക്കങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ സൈഫിൻ്റെ പ്രധാന അത്യാഡംബര കാറുകളിൽ ഒന്നിൻ്റെ 2038 എന്ന നമ്പറിലും 22ൻ്റെ ആവർത്തന ചലനം പേരിലെയും സംഖ്യയായ 22നെ കൂടുതൽ മാരകമാക്കി. എങ്കിലും ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇളയ 2 കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തുകൾ പരിശോധിച്ചതിൽ നിന്നും ജഹാംഗീർ എന്ന ജഹുവിൻ്റെ 21/2/2021 എന്ന ജനന മുഹൂർത്ത സംഖ്യകളാണ് ഈ സമയത്ത് സൈഫ് അലി ഖാനെ സൈഫാക്കിയത് എന്നത് വളരെ വ്യക്തമാണ്. ചുരുക്കത്തിൽ കുട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും പേരിടുമ്പോൾ മാസ്റ്റർ നമ്പറാണ്, ലക്കി നമ്പറാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് 22 പോലുള്ള നീചമരണ നമ്പറിൽ ഒരിക്കലും നാം പേരിട്ടുകൂടാ. പ്രത്യേകിച്ചും പേരുകളിലൂടെ പരക്കെ അറിയപ്പെടുന്ന രംഗങ്ങളിലുള്ളവരുടെ, അതായത് കല, സംഗീതം, സിനിമ, ശാസ്ത്രം, രാഷ്ട്രീയം, ബിസിനസ് എന്നീ രംഗങ്ങളിലുള്ളവരുടെ പേരുകളിൽ നിന്നും ഇത്തരം അക്കങ്ങൾ തീർത്തും മാറ്റി നിർത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സൗഭാഗ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും അത് അത്യന്താപേക്ഷിതമാണ്. ഇത്രയും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.